السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സൂറത്ത് യാസീനിലെ 32 വരെയുള്ള ആയത്തുകളാണ് നമ്മളെടുത്തത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون. وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون. ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون. سبحان الذي خلق الأزواج كلها مما تنبت الأرض الأرض ومن أنفسهم ومما لا يعلمون. وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون. وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون. ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون. سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون. കഴിഞ്ഞ 13-ാമത്തെ ആയത്ത് മുതൽ 32 വരെയുള്ള ആയത്തുകൾ ആ ഒരു
നാട്ടുകാരെ കുറിച്ച് അന്ത്വാക്കിയ എന്ന പ്രദേശവുമായി ബന്ധപ്പെട്ട ചരിത്രം അല്ലാഹു തആല പറഞ്ഞത്. അസ്ഹാബൽ ഖറിയ എന്ന് പറഞ്ഞ ആ ഗ്രാമീണരുടെ ഉദാഹരണം നിങ്ങൾ നബിയെ പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആ സമൂഹത്തിന്റെ ചരിത്രമാണ് അല്ലാഹു തആല പറഞ്ഞത്. 3 പ്രവാചകന്മാർ അല്ലാഹു തആല നിയോഗിക്കുകയും അതുകൊണ്ടൊന്നും ആ നാട്ടുകാർ വിശ്വസിക്കാതിരിക്കുകയും ഒരു ഗുണകാംക്ഷിയായ മനുഷ്യൻ ആ നാട്ടിൽ നിന്ന് രംഗത്തിറങ്ങുകയും അയാളും പ്രവാചകന്മാരെ കൂടെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ സമൂഹത്തോട് ഉപദേശം നൽകുകയും ചെയ്തുവെങ്കിലും അവർ സ്വീകരിക്കാൻ തയ്യാറായില്ല. അവസാനം അല്ലാഹു തആല ആ സമൂഹത്തെ നശിപ്പിച്ചു. ഏറ്റവും ഘോരമായ ശബ്ദം കൊണ്ട് അല്ലാഹു തആല ആ നാട് മൊത്തം നശിപ്പിച്ചു എന്നാണ് അവസാനം പറഞ്ഞത്. ഇന്ന് അല്ലാഹു പറഞ്ഞു, അടിമകളുടെ കാര്യം മഹാകഷ്ടം തന്നെയാണ്. ഏത് റസൂലുമാർ വന്നാലും ആ റസൂലുമാരെല്ലാം അവര് പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവർക്ക് മുമ്പ് എത്രയെത്ര തലമുറകളെ നാം നശിപ്പിച്ചു എന്നത് അവർ കാണുന്നില്ലേ? അവരാരും ഇവരിലേക്ക് മടങ്ങി വരുന്നില്ല എന്നതും കാണുന്നില്ലേ? എല്ലാവരും തന്നെ പടച്ച റബ്ബിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുക തന്നെ ചെയ്യും. അപ്പൊ ഇതിൽ 3 കാര്യം വന്നു. തൗഹീദ് വന്നു, റിസാലത്ത് വന്നു, ആഖിറത്ത് വന്നു. റബ്ബിന്റെ ഏകത്വം, അതാണ് തൗഹീദ്. റിസാലത്ത്, പ്രവാചകന്മാരുടെ പ്രബോധന ദൗത്യം, മരണശേഷം ജീവിതമുണ്ട് എന്നുള്ളത്. ഇതാണ് ഇസ്ലാമിന്റെ ഏറ്റവും അടിസ്ഥാനമായ 3 അധ്യാപനങ്ങൾ: തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത്. അപ്പൊ ഇതിൽ അല്ലാഹു തആലക്ക് കഴിയും. അല്ലാഹു ഏകനാണ്, അവനെ മാത്രമാണ് ആരാധിക്കാൻ വകുപ്പുള്ളൂ. മരിച്ചാൽ രണ്ടാമത് ജീവിപ്പിക്കാൻ അവന് യാതൊരു പ്രയാസവുമില്ല. അത് അറിയിക്കാനാണ് അല്ലാഹു തആല പ്രവാചകന്മാരെ നിയോഗിച്ചത് എന്നതിനുള്ള ചില ദൃഷ്ടാന്തങ്ങളാണ് ഇനിയുള്ള ആയത്തിൽ അല്ലാഹു തആല പറയുന്നു. ആയത്തുൽ ലഹും എന്ന് പറഞ്ഞുകൊണ്ട് 3-4 കാര്യങ്ങൾ അല്ലാഹു തആല ശേഷം ഇനി പറയുന്നുണ്ട്. അവർക്ക് ഒരു ആയത്താകുന്നു. ഇവിടെയും നബിതങ്ങൾ വന്നു. മക്കത്തെ മുശ്രിക്കുകൾ ശക്തമായി എതിർത്തുകൊണ്ടിരിക്കുന്നു. ആ സമയത്താണ് സൂറത്ത് യാസീൻ അവതരിക്കുന്നത്. അപ്പൊ ഇത് എന്നും ഉള്ള ഒരു രീതിയാണ്. പ്രവാചകന്മാർ വരുമ്പോഴൊക്കെ അവരെ കളവാക്കുക, പരിഹസിക്കുക, തള്ളിക്കളയുക എന്നുള്ളത് എല്ലാ കാലത്തും മനുഷ്യന്മാർ സ്വീകരിച്ചു പോകുന്നൊരു രീതി തന്നെയാണ്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെണ്ടാമത് എണീക്കുമെന്നാണോ എന്നവർ നിഷേധഭാവത്തിൽ ചോദിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ അതെല്ലാം സത്യമാണ്, സംഭവ്യമാണ്, അത് തെളിവാണ്. വആയത്തുല്ലഹും, അവർക്കൊരു ദൃഷ്ടാന്തമാകുന്നു. വആയത്തുൻ, ഒരു ആയത്താണ്, ദൃഷ്ടാന്തമാണ്. ലഹും, അവർക്ക്. എന്ത് ദൃഷ്ടാന്തമാണ്? അൽ അർദുൽ മൈതതു, അൽ അർദുൽ മൈതതു, മയ്യിത്തായ നിർജീവമായ ഭൂമി, അത് ദൃഷ്ടാന്തമാകുന്നു അവർക്ക്. അഹ്യൈനാഹ, നാം അതിനെ ജീവിപ്പിക്കുന്നു. നിർജീവമായി കിടക്കുന്ന ഭൂമിയെ നാം ജീവിപ്പിക്കുന്നു. ഇതവർക്കൊരു തെളിവാകുന്നു. അഥവാ പൂർണ്ണമായും ഉണങ്ങിക്കരഞ്ഞ് ഒന്നുമില്ലാതെ, ഒരു കൃഷി പോലുമില്ലാതെ, ഒരു ചെടി പോലുമില്ലാതെ ഉണങ്ങിക്കിടന്ന സ്ഥലങ്ങൾ പോലും ഒറ്റ മഴ പെയ്താൽ അത് രണ്ടാമത് സജീവമായി പച്ചപ്പുള്ളതായി മാറുന്നു. പലതരം ചെടികൾ മുളക്കുന്നു. അങ്ങനെ ആ നാട് ഒരുപക്ഷെ ഒരു 2 ആഴ്ച മുമ്പ് കണ്ട ആ സ്ഥലമാണോ എന്ന് പോലും സംശയിക്കുമാറ് അതാകെ മാറി മൊത്തത്തിൽ അതൊരു വല്ലാത്തൊരു പച്ചപ്പായി മാറുന്നു. ഇതുപോലെ മനുഷ്യൻ മരിച്ച് മണ്ണിലേക്ക് പോയാലും ഒറ്റ ഊത്തോടുകൂടി അതെല്ലാം വീണ്ടും പുറത്തേക്ക് കൊണ്ടുവരാൻ അല്ലാഹു തആലക്ക് യാതൊരു പ്രയാസവുമില്ല. അതാണ് ആയത്തുൽ ലഹും, അവർക്കൊരു ദൃഷ്ടാന്തമാണ് നാം. അതായത് അള്ളാഹുവിന്റെ ഏകത്വത്തിന്, അവന്റെ കഴിവിന്, മരണശേഷം ജീവിതമുണ്ടെന്നതിന് എല്ലാമുള്ള ദൃഷ്ടാന്തമാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് നൽകിയത് കാണാം. ദലാലത്തുൽ ലഹും അലാ വുജൂദി സ്വാനിഇ വഖുദ്റതിഹി അത്താമ്മതി വഇഹ്യാഇഹി അൽ മൗത. ഒരു സൃഷ്ടാവുണ്ട് എന്നും ആ സൃഷ്ടാവ് എല്ലാ കഴിവും ഉടയവനാണ് എന്നും അവന് മരിച്ചവനെ ജീവിപ്പിക്കാൻ കഴിയുമെന്നുമുള്ളത് ബോധ്യപ്പെടാവുന്ന ദൃഷ്ടാന്തമാണ് അൽ അർദുൽ മൈതതു. അൽ അർദുൽ മൈതതു, മൈതത്തായ ശവമായ ഭൂമി അഥവാ നിർജീവമായ ഭൂമി, അതവർക്ക് ദൃഷ്ടാന്തമാകുന്നു. അഹ്യൈനാഹ, നാം അതിനെ ജീവിപ്പിക്കുന്നു. വഅഖ്റജ്നാ മിൻഹാ ഹബ്ബാ, വഅഖ്റജ്നാ, നാം പുറത്തു കൊണ്ടുവരുന്നു. മിൻഹ, ആ ഭൂമിയിൽ നിന്ന്, ഹബ്ബൻ, ധാന്യങ്ങളെ പുറത്തു കൊണ്ടുവരുന്നു. ഫമിൻഹു യഅ്കുലൂൻ, അങ്ങനെ അതിൽ നിന്ന് അവർ ഭക്ഷിക്കുകയും ചെയ്യുന്നു. ഇതവർക്ക് ദൃഷ്ടാന്തമാണ്. ഒന്നുമില്ലാത്ത ഭൂമിയിൽ വിത്തിടുമ്പോൾ, വളം കിട്ടുമ്പോൾ, വെള്ളം കിട്ടുമ്പോൾ അത് മുളച്ചു വന്ന് അത് കായ്ച്ച് അതിൽ ധാന്യങ്ങളുണ്ടായി ആ ധാന്യം പറിച്ച് ഇവർ ഭക്ഷിക്കുന്നു. ആ കൃഷി കഴിയുമ്പോൾ ആ ഭൂമി വീണ്ടും നിർജീവമാകുന്നു. വീണ്ടും അത് അടുത്ത കൃഷി ഇറക്കുന്നു, അത് വീണ്ടും ഉഷാറായി വരുന്നു, അതും അവർ ഭക്ഷിക്കുന്നു. ഇതവർക്ക് തെളിവാണ്. ഇങ്ങനെ
നിർജീവമാകുകയും സജീവമാകുകയും ചെയ്യുന്നത് നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ. എങ്കിൽ ഒരു മനുഷ്യൻ മരിച്ച് മണ്ണിലേക്ക് പോയാൽ ആ മണ്ണിന്ന് വീണ്ടും അവനെ കൊണ്ടുവരാൻ, ഇതൊക്കെ കൊണ്ടുവരാൻ അല്ലാഹു തആലക്ക് പിന്നെ ഇവനെ കൊണ്ടുവരാൻ കഴിയില്ല എന്ന് പറയാൻ പറ്റുന്നല്ലോ. അതുകൊണ്ട് അത് അവർക്കൊരു തെളിവാണ്, ദൃഷ്ടാന്തമാണ്. ആയത്തുൽ ലഹും, അവർക്കൊരു ദൃഷ്ടാന്തമാണെന്നാണ് ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ അവിടെ ഒന്നുകൂടി പറഞ്ഞു. ഇവിടെ അല്ലാഹു തആല പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു ദക്കറഹും തൗഹീദഹു വകമാല ഖുദ്റതിഹി, അല്ലാഹുവിന്റെ തൗഹീദ്, അവന്റെ ഏകത്വവും അവന്റെ ഖുദ്റത്തിന്റെ പരിപൂർണതയും അല്ലാഹു തആല ഇവിടെ ഈ ആയത്തിലൂടെ പഠിപ്പിക്കുകയാണ് എന്നാണ്. നബ്ബഹുമുല്ലാഹു തആല ബിഹാദാ അലാ ഇഹ്യാഇൽ മൗത, മരിച്ചവരെ ജീവിപ്പിക്കുക എന്നതിന് ഇത് അല്ലാഹു തആല അവർക്കൊരു താക്കീതായി, ഒരു ഓർമ്മപ്പെടുത്തലായി, ഉണർത്തലായി അല്ലാഹു തആല ഇവിടെ ഈ പ്രയോഗം നിർവഹിച്ചിരിക്കുന്നത്. وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون എന്ന് മാത്രമല്ല وجعلنا فيها, ആ ഭൂമിയിൽ നാം ഉണ്ടാക്കുന്നു ജന്നാത്തിൻ, തോട്ടങ്ങളെ, മിൻ നഖീലിൻ, ഈത്തപ്പനയാലുള്ള തോട്ടങ്ങൾ, വഅഅ്നാബിൻ, മുന്തിരിയുടെ തോട്ടങ്ങൾ, വഫജ്ജർനാ ഫീഹാ മിനൽ ഉയൂൻ, വഫജ്ജർനാ, നാം ഉത്ഭവിപ്പിക്കുന്നു, ഒഴുകിപ്പിക്കുന്നു, ഫീഹ, അതിൽ, മിനൽ ഉയൂൻ, അരുവികൾ. ഇതൊക്കെ നിർജീവമായി കിടക്കുന്ന ഭൂമിയിൽ സംഭവിക്കുന്ന കാര്യമാണ്. മഴ പെയ്ത് അരുവികളായി, കിണറുകളായി, വെള്ള സ്രോതസ്സുകളായി, വെള്ളമുണ്ടായി, അവിടെ വലിയ തോട്ടങ്ങൾ, മുന്തിരിത്തോട്ടം, ഈത്തപ്പഴത്തോട്ടം തുടങ്ങി വ്യത്യസ്തമായ തോട്ടങ്ങൾ, വ്യത്യസ്തമായ കായ്കനികൾ എല്ലാം ആ മണ്ണിൽ ഉണ്ടായി വരുന്നു. അതിൽ അരുവിയെ നാം ഒഴുക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ അവർക്ക് തെളിവാണ്. ലിയകുലു മിൻ സമരിഹി വമാ അമിലത്തുഹു ഐദീഹിം, അതോടൊപ്പം എന്തിനാണ് ഇതൊക്കെ വെച്ചത്? ലിയകുലു, അവർ ഭക്ഷിക്കുവാനായി. ഇതൊന്നും പുതിയ വാക്കൊന്നുമില്ല, എല്ലാ വാക്കുകളും നമ്മൾ പരാമർശം പഠിച്ചു പോകുന്ന വാക്കാണ്. ഫജ്ജറ, പൊട്ടി ഒഴുക്കി, ഫജ്ജറ, ഫജ്ർ, പൊട്ടി ഒഴുക്കി, ഉത്ഭവിപ്പിച്ചതാണ് ഫജ്ജറ എന്ന വാക്ക്. നഖീല് ഈത്തപ്പന, അഴ്നാബ്, ഐനബ്, അഴ്നാബ് മുന്തിരി, മിനൽ ഉയൂൻ, ഐനുൻ ജംആണ്, ഉയൂൻ ഐന്, അരുവി, ഒരു ബഹുവചനം ഉയൂന്. ലിയകുലു, അക്കല ലിയകുലു, അവര് ഭക്ഷിക്കുവാനായി, മിൻ സമരിഹി, അതിന്റെ പഴവർഗ്ഗങ്ങളിൽ നിന്ന് ഭക്ഷിക്കുവാനാണ് നാം അവർക്കിതെല്ലാം ഒരുക്കി കൊടുത്തിരിക്കുന്നത്. വമാ അമിലത്തുഹു ഐദീഹിം, വമാ അമിലത്തുഹു ഐദീഹിം, അവിടെ മാ എന്നത് രണ്ടർത്ഥത്തിലും ഉപയോഗിക്കാം. ഒന്ന് നഫി, നിഷേധമായിട്ടും ആവാം, അല്ലദീ എന്ന അർത്ഥത്തിലും ആവാം. അപ്പൊ നിഷേധമാണെങ്കിൽ വമാ അമിലത്തുഹു ഐദീഹിം, അവിടെ കൈകൾ അതിൽ പ്രവർത്തിച്ചിട്ടില്ല എന്നാകും. അതായത് ഈ കൃഷികൾ മുളക്കുന്നതിലോ അതിൽ കായ്കൾ ഉണ്ടാകുന്നതിലോ ഒന്നും അവർക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ഒരു വിത്തിട്ടു, വെള്ളമൊഴിച്ചു, വളം കൊടുത്തു എന്നല്ലാതെ ഇത് മുളക്കുകയോ മുളക്കാതിരിക്കുകയോ ചെയ്യുക എന്നതിൽ മനുഷ്യന്മാർക്ക് പ്രത്യേകിച്ച് ഒരു പങ്കുമില്ല. ഇത്ര വിത്തിട്ടാലും കുറച്ച് മുളക്കും, കുറച്ച് മുളക്കൂല. മുളക്കാത്തതിനെ മുളപ്പിക്കാനോ അല്ല മുളക്കാൻ ഉദ്ദേശിച്ചതിനെ മുളക്കാതിരിക്കുവാനോ മനുഷ്യരെ കൊണ്ട് കഴിയില്ല. ആ മുളച്ചതിലെല്ലാം വളരണമെന്നില്ല, ആ വളർന്നതെല്ലാം കായ്ക്കണമെന്നില്ല, കായ്ച്ചതെല്ലാം ആ കായ പാകമാകുന്നവരെ നിലനിൽക്കണമെന്നില്ല. ഇനി പാകമായാലും അത് പക്ഷെ അവന് കിട്ടിക്കൊള്ളണമെന്നുമില്ല. ഇതൊക്കെ അവർക്കതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. വമാ അമിലത്തുഹു ഐദീഹിം, അവിടെ കൈകൾ അതിൽ പ്രവർത്തിച്ചിട്ടില്ല എന്നാകും അപ്പുറർത്ഥം. അല്ലെങ്കിൽ വമാ അമിലത്തുഹു ഐദീഹിം ഐ വല്ലദീ അമിലത്തുഹു ഐദീഹിം, അവരതില് എന്തൊക്കെയാണോ പ്രവർത്തിച്ചത്, ചെയ്തു കൂട്ടിയത്, അതും അവർക്ക് ഉപയോഗപ്പെടുത്തുവാൻ ഇതൊക്കെ അല്ല തന്നു. ഇനി പിന്നെ അവർ ബാക്കി അവിടെ അധ്വാനം ചെയ്യുന്നു. അല്ല ഭൂമിയെ സജീവമാക്കി ഇതൊക്കെ വളരെ ആവശ്യമായ സംവിധാനം ഉണ്ടാക്കി അതിൽ അവര് പണിയെടുക്കുന്നു. അങ്ങനെ അതും കൂടെ ചേരുമ്പോൾ അതിലൂടെ പലതും ഉണ്ടായി വിടുന്നു. ഇതൊക്കെ അവർക്ക് ദൃഷ്ടാന്തമാണ്. അഫലാ യഷ്കുറൂൻ, എന്നിട്ടും എന്തേ അവർ നന്ദി കാണിക്കുന്നില്ല? അഫലാ യഷ്കുറൂൻ, അവർ ശുക്ർ ചെയ്യുന്നില്ലേ, നന്ദി കാണിക്കുന്നില്ലേ? അപ്പൊ ഇത് മനുഷ്യൻ കാണുന്ന ഒരു ആയത്താണ്, ദൃഷ്ടാന്തമാണ്. എല്ലാ ദിവസവും എല്ലാ സമയവും മനുഷ്യനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൃഷ്ടാന്തം. ഇത് മനുഷ്യൻ അനുഭവിക്കുന്നു, കൃഷി ഇറക്കുന്നു, അവിടെ പണിയെടുക്കുന്നു, അതിൽ പഴവർഗ്ഗങ്ങൾ ഉണ്ടാകുന്നു, അത് പാകമാകുന്നു, അതവർ ഭക്ഷിക്കുന്നു. ഇത് മനുഷ്യൻ കാണുന്നു. ഇന്നലെ ഓൻ ചോദിക്കുകയാണ്, ഒരു മനുഷ്യൻ മരിച്ച് മണ്ണിക്കാട് പോയാൽ എങ്ങനെ പിന്നെ മണ്ണെന്ന് വഴിയിട്ട് വരാന്ന്? ഇതൊരിക്കലും ചോദിക്കാൻ
ഒരു ന്യായവും ഇല്ല. അവർക്കിത് ബോധ്യപ്പെടാവുന്ന തെളിവാണ്, ദൃഷ്ടാന്തമാകുന്നു അവരെ കാണുന്നത്. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ. സുബ്ഹാനല്ലദീ, യാതൊരുവൻ ഏറെ പരിശുദ്ധനാണ്. സുബ്ഹാന, അവൻ എത്ര പരിശുദ്ധനാണ്. അള്ളാഹുവിന് എല്ലാ പോരായ്മയിൽ നിന്നും എല്ലാ അഴിബിൽ നിന്നുമുള്ള വിശുദ്ധപ്പെടുത്തലാണ് ഈ ഒരു പ്രയോഗം. സുബ്ഹാനല്ലദീ എന്ന് പറഞ്ഞത് അള്ളാഹു എത്ര പരിശുദ്ധനാണ്. അഥവാ അവന് അഴിബുകൾ പറയുന്നവർ, അവന് അശക്തികൾ പറയുന്നവർ, പങ്കുകാരുണ്ട് എന്ന് പറയുന്നവർ, മക്കളുണ്ട് എന്ന് പറയുന്നവർ, അങ്ങനെ തുടങ്ങി റബ്ബിനെ പല രൂപത്തിലും പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുന്ന ആളുകൾ, അതിൽ നിന്നെല്ലാം അല്ലാഹു തആല ഏറെ പരിശുദ്ധനാകുന്നു. ഇബ്നു അബ്ബാസ് ഉദ്ധരിക്കപ്പെടുന്നു, നസ്സഹ നഫ്സഹു സുബ്ഹാനഹു അൻ ഖൗലിൽ കുഫാർ. അവിശ്വാസികളുടെ വാക്കുകളിൽ നിന്ന് അള്ളാഹു സ്വയം പരിശുദ്ധിയെ വാഴ്ത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. കാരണം എന്താ? ഇത് അബദു ഗൈറഹു മഅ മാ റഅഹു മിൻ നിഅമിഹി വആസാരി ഖുദ്റതിഹി. അള്ളാഹുവിന്റെ നിഅമത്തുകളും അവന്റെ ഖുദ്റത്തിന്റെ ഈ സ്വാധീനങ്ങളും ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കെ തന്നെ അള്ളാഹു അല്ലാത്തവരെ അള്ളാഹിന്റെ കൂടെ അവർ ആരാധിക്കുന്നു. അതുകൊണ്ട് അതിനൊരിക്കലും വകുപ്പില്ല, അതിന് യോഗ്യതയില്ല എന്ന നിലക്കാണ് അവിടെ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞത്. ഇവിടെ അംറിന്റെ ഒരു സിഗ കൂടി ഉള്ളതാണ്. ഇതിൽ ഐസബ്ബിഹുഹു എന്നർത്ഥം. സബ്ബിഹുഹു എന്നൊരു ആശയം കൂടി അതിലുണ്ട്. അവന്റെ ആ മഹത്വത്തെ നിങ്ങൾ വാഴ്ത്തുവീൻ. അതോടൊപ്പം തഅജ്ജുബ്, ഒരു അത്ഭുതം ഇതിലുണ്ട്. സുബ്ഹാനല്ലദീ, ഈ ആളുകളുടെ കാര്യം എത്ര അത്ഭുതമാണ്. ഇതൊക്കെ കണ്ടിട്ടും ഇതൊക്കെ അനുഭവിച്ചിട്ടും അള്ളാഹു അല്ലാത്തവരെ അവർ ആരാധിക്കുന്നു, അള്ളാഹുവിനെ അവർ പങ്കുകാരെ ചേർക്കുന്നു, അള്ളാഹിനെ കുറിച്ച് അവർ പോരായ്മകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തൊരു അത്ഭുതമാണ് ഇവരെ കാര്യം. അഥവാ അജബൻ ലിഹാഉലാഇ, ഈ ആളുകളുടെ കാര്യം വല്ലാത്ത അത്ഭുതം തന്നെ. ഫീ കുഫ്രിഹിം, അവരെ കുഫർ, മഅ മാ യുശാഹിദു ലഹു മിൻ ഹാദിഹിൽ ആയാത്ത്, ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ കണ്ടിട്ടും അള്ളാഹു നിഷേധിക്കുന്ന ആളുകൾ, അത് വല്ലാത്തൊരു അത്ഭുതം തന്നെയാകുന്നു. അതാണ് സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ. ഖലഖൽ അസ്വാജ, ഇണകളെ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. കുല്ലഹാ, എല്ലാത്തിലും, എല്ലാത്തിലും ഇണകളെ പടച്ച അല്ലാഹു തആല അവൻ എത്ര പരിശുദ്ധനാണ്. മിമ്മാ തുംബിത്തുൽ അർളു, ഭൂമിയിൽ മുളച്ചുണ്ടാകുന്നവയിൽ നിന്ന്, മിമ്മ ഒന്നിൽ, തുംബിത്തു മുളപ്പിക്കുന്നു, അമ്പത്ത യുംബിത്തു, നബത്ത മുളച്ചു, അമ്പത്ത മുളപ്പിച്ചു, നബാത്ത് ചെടികൾ, മുളകൾ, അമ്പത്ത യുംബിത്തു തുംബിത്തു, മിമ്മ തുംബിത്തുൽ അർളു, ഭൂമി മുളപ്പിക്കുന്ന എല്ലാത്തിലും ഇണകളെ പടച്ച അല്ലാഹു തആല എത്ര പരിശുദ്ധനാണ്. വമിൻ അൻഫുസിഹിം, അവരുടെ സ്വന്തം ശരീരങ്ങളിലും ഇണകളെ പടച്ച അല്ലാഹു തആല. വമിമ്മാ ലാ യഅലമൂൻ, അവർക്ക് അറിയാത്തവയിലും എല്ലാത്തിനും അല്ലാഹു തആല ഇണയായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അതാണ് അസ്വാജ കുല്ലഹാ, എല്ലാത്തിനും, എല്ലാ മഖ്ലൂക്കും, എല്ലാ സൃഷ്ടിയും ഇണയാണ്. ഇണയില്ലാത്ത ഏകൻ അല്ലാഹു തആല മാത്രം. ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹുവാണ് അഹദ്. ബാക്കി ഒരു പടപ്പും ഇണയില്ലാത്തതല്ല, എല്ലാത്തിനും ഇണയുണ്ട്. സസ്യങ്ങളിൽ, ചെടികളിൽ, അതേപോലെ പക്ഷികളിൽ, മൃഗങ്ങളിൽ തുടങ്ങി വമിമ്മാ ലാ യഅലമൂൻ, അവർക്കറിയാത്തവയിലും ഇണകളെ സൃഷ്ടിച്ച അല്ലാഹു തആല അവൻ എത്ര പരിശുദ്ധനാണ്. എന്നിട്ടും ആ അള്ളാഹിനെ പരിശോധിക്കുകയാണ്, മരിച്ചവനെ എണീപ്പിക്കാൻ കഴിയോ? ആ അള്ളാഹ്ക്ക് ഈ ഇബാദത്തിനൊക്കെ യോഗ്യതയുണ്ടോ? ആ അള്ളാഹ്ക്ക് പങ്കുകാരുണ്ട്, അവന് മക്കളുണ്ട്, അവന് സന്താനമുണ്ട് എന്നൊക്കെ അവനെ കുറിച്ച് പറയുന്നവർ എത്ര വലിയ അത്ഭുതമാണ്, എത്ര വലിയ ധിക്കാരമാണ് അവനാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു അഅലം. മൊത്തമർത്ഥം വആയത്തുൽ ലഹുമുൽ അർദുൽ മൈത, നിർജീവമായ ഭൂമി അവർക്കൊരു ദൃഷ്ടാന്തമാകുന്നു. അഹ്യൈനാഹാ, നാം അതിനെ ജീവിപ്പിക്കുന്നു. വഅഖ്റജ്നാ മിൻഹാ ഹബ്ബാ, അതിൽ ധാന്യങ്ങൾ നാം മുളപ്പിക്കുകയും ചെയ്യുന്നു. ഫമിൻഹു യഅകുലൂൻ, അതിൽ നിന്ന് അവർ ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. വജഅൽനാ ഫീഹാ ജന്നാത്തിൻ, അതിൽ നാം തോട്ടങ്ങളെ ഉണ്ടാക്കുന്നു. മിൻ നഖീലിൻ, ഈത്തപ്പനയാലുള്ള, വഅഅ്നാബിൻ, മുന്തിരിയാലുമുള്ള തോട്ടങ്ങളെ നാം ഉണ്ടാക്കുന്നു. വഫജ്ജർനാ ഫീഹാ മിനൽ ഉയൂൻ, അവരതിൽ അല്ലാഹു തആല വഫജ്ജർനാ, നാം അതിൽ ഉത്ഭവിപ്പിക്കുന്നു, മിനൽ ഉയൂൻ, അരുവികളിൽ നിന്ന്. ലിയകുലൂ മിൻ സമരിഹി, അതിൻ്റെ പഴങ്ങളിൽ നിന്ന് അവർ ഭക്ഷിക്കുവാനായി.
വമാ അമിലത്തുഹു ഐദീഹിം, അവിടെ കരങ്ങൾ പ്രവർത്തിച്ചതിൽ നിന്നും, അല്ലെങ്കിൽ അവിടെ കരങ്ങളൊന്നും പ്രവർത്തിച്ചിട്ടില്ല. രണ്ടും തഫ്സീറൊക്കെ പറയുന്നുണ്ട്. ഈ നഫിയായിട്ടുള്ളതും അതേപോലെ മൗസൂലിയായിട്ടുള്ള അർത്ഥത്തിലും രണ്ടും തഫ്സീറിൽ പരാമർശിക്കുന്നുണ്ട്. അഫലാ യഷ്കുറൂൻ, അവർ നന്ദി കാണിക്കുന്നില്ലേ? സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ, എല്ലാത്തിലും ഇണകളായി സൃഷ്ടിച്ച അല്ലാഹു തആല ഇത്ര പരിശുദ്ധനാകുന്നു. മിമ്മാ തുംബിതുൽ അർളു, ഭൂമി മുളപ്പിച്ചുണ്ടാക്കുന്നില്ലെന്ന്. വമിൻ അൻഫുസിഹിം, അവരുടെ സ്വന്തം ശരീരങ്ങളിലും. വമിമ്മാ ലാ യഅലമൂൻ, അവർക്ക് അറിയാത്ത കാര്യത്തിലും ഈ ഇണകളായി പടച്ച അല്ലാഹു തആല ഏറെ പരിശുദ്ധനാകുന്നു. അല്ലാഹു അഅലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون. وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون. ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون. سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون. سبحانك اللهم وبحمدك. السلام عليكم ورحمة الله.